വിവാദങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്ന നിഗമനത്തിൽ CPM സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് EP ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത്. ആരോപണമുന്നയിച്ച ശോഭാ സുരേന്ദ്രനെ കൂടാതെ K സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവരെ കൂടി സംശയവനിയിൽ കൊണ്ടുവരാനും ഇതിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ജയരാജന്റെ ഗൺമാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. ഗൺമാൻമാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഞങ്ങൾ ഫ്ലാറ്റിലെത്തണത്. ആ കുളത്ത് അല്ലെങ്കിൽ അവർ മാറി നിൽക്കും, പകർത്തി പാർട്ടി അറിയിക്കും. EPക്കെതിരെ നടപടിയെടുത്താൽ അഗ്നിപർവ്വതം പോലെയാകും. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ട് 2016 പിണറായി വിജയൻ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും നന്ദകുമാർ പറയുന്നു. ആദ്യം ഫോണിൽ വിളിച്ചു തന്നെ, ഇങ്ങനെ SNC ലാവ്ലിൻ കേസ് വരുന്നുണ്ട്, അപകടമാണ്, ഞാൻ ജാഥയൊക്കെ നടത്തുകയാണ്, അപകടപ്പെടും, നമുക്ക് എന്തെങ്കിലും കണ്ടെത്തണം, ഇല്ലെങ്കിൽ വീണ്ടും എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ പിള്ളേർ ഞാൻ മാന്യനാണ്. അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞാൻ കളങ്കിതനെന്നോ തെമ്മാടിയെന്നോ ഫ്രോഡെന്നോ അദ്ദേഹം പറഞ്ഞില്ല. എന്നെ അറിയാം, നന്ദകുമാറിനെ എനിക്കറിയാം നിങ്ങളെക്കാൾ കൂടുതൽ. പിന്നെ ശിവൻ പാവിയുടെ കൂടെ ചേർന്നാൽ ശിവനും പാവിയാവും. അതിപ്പോൾ എന്നെ ആവില്ല, ശോഭയാവാം, സുധാകരനെ ആവാം. BJP അവഗണിച്ചതിനാൽ പാർട്ടി വിടാനായി പിണറായിയുമായി കോട്ടയത്ത് വെച്ച് ചർച്ച നടത്തിയെന്ന് ശോഭ തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശോഭ പണം ആവശ്യപ്പെട്ടതിനാൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെന്നും നന്ദകുമാർ പറയുന്നു. EPയെ തൊട്ടാൽ അഴിമതി കൊട്ടാരം മൊത്തം കത്തുമെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം മൊത്തം കത്തും. തനിക്കെതിരെ കേസ് കൊടുക്കാൻ നന്ദകുമാർ EPയെ വെല്ലുവിളിച്ചു. ശോഭാ സുരേന്ദ്രനെതിരെ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലോടെ തുടങ്ങിയ രാഷ്ട്രീയ വിവാദം CPMനെ മാത്രമല്ല BJPയെയും പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.